ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ISL എങ്ങനെ ലൈവായിട്ട് ഫോണിലൂടെ കാണാമെന്നതാണ്. സാധാരണ ISL സാധാരണ ജിയോ യൂസേഴ്സിനും അതുപോലെ തന്നെ ഹോട്ട്സ്റ്റാർ പ്രേമിയം ഉള്ളവർക്ക് മാത്രമായിരുന്നു കാണാൻ സാധിക്കുന്നിരുന്നത്. എന്നാൽ ഐഡിയ, വോഡോഫോൺ, BSNL അല്ലെങ്കിൽ മറ്റേതെങ്കിലും വൈഫൈ ഉള്ളവർക്കൊന്നും അങ്ങനെ കാണാൻ സാധിക്കില്ലായിരുന്നു. എന്നാൽ അതിനൊക്കെ ഒരു പരിഹാര മാർഗ്ഗമായി ഇപ്പോൾ ISL എല്ലാവർക്കും, അതെ, ഏത് നെറ്റ്വർക്ക് ആയിക്കോട്ടെ, ഐഡിയ ആയിക്കോട്ടെ, വോഡോഫോൺ ആയിക്കോട്ടെ, ഏത് വൈഫൈ നെറ്റ്വർക്ക് ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാവർക്കും ഫോണിലൂടെ തന്നെ ലൈവായിട്ട് ISL കാണാം. മലയാളത്തിലും കാണാം, ഇംഗ്ലീഷിലും കാണാം. നമുക്ക് ഏത് ഭാഷയിൽ വേണമെങ്കിലും, നമുക്ക് അവൈലബിളായ ഏത് ഭാഷയിൽ വേണമെങ്കിലും ISL നമുക്ക് കാണാവുന്നതാണ്. അതിനായിട്ട് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ മാത്രം ഡൗൺലോഡ് ആക്കിയാൽ മതി. അതിൻ്റെ പേരാണ് ലെനോ TV എന്നുള്ള ആപ്ലിക്കേഷൻ. ഇതിലൂടെ നമുക്ക് ISL ലൈവ് കാണാൻ സാധിക്കും. പോരാത്തതിന് മറ്റ് ചാനലുകളും ജിയോ TVയിലൊക്കെ കിട്ടുന്നത് പോലെ തന്നെ മറ്റ് ചാനലുകളും ഇതിൽ ലൈവായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതിനായി ഞാൻ കാണിച്ചു തരാം എങ്ങനെ കാണേണ്ടതെന്ന്. നമുക്ക് ലെനോ TV പറഞ്ഞ ആപ്ലിക്കേഷൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി ഡൗൺലോഡ് ആക്കാവുന്നതാണ്. അങ്ങനെ അതിൽ ഡൗൺലോഡ് ആക്കി ഓപ്പൺ ആക്കിയതിന് ശേഷം ഇങ്ങനത്തെ ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ രണ്ട് ഓപ്ഷനാണ് നമുക്ക് കാണാൻ സാധിക്കുക: ലെനോ TV എന്നും ലെനോ സ്പോർട്സ് എന്നും. നമുക്ക് ISL ആണ് കാണേണ്ടത്, അതുകൊണ്ട് നമുക്ക് ലെനോ സ്പോർട്സിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ, ലെനോ സ്പോർട്സ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. മലയാളം TV, സ്പോർട്സ് TV, ന്യൂസ് TV, തമിഴ് TV, അങ്ങനെ കണ്ടാൽ നമുക്ക് കാണാൻ കഴിയും. ഹിന്ദി TV, ഇംഗ്ലീഷ് TV, തെലുങ്ക് TV, അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. നമുക്ക് സ്പോർട്സ് TVയിലോട്ടാണ് പോകേണ്ടത്. അതിലാണ് നമുക്ക് ISL കാണാൻ ലൈവായി കാണാൻ സാധിക്കും. ISL മാത്രമല്ല, നമുക്ക് ക്രിക്കറ്റ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഫുട്ബോൾ മാച്ച് നടക്കുന്നുണ്ട്, അതൊക്കെ കാണാൻ സാധിക്കും. നമ്മൾ TVയിൽ സ്റ്റാർ സ്പോർട്സിൽ വരുന്നത്, ഏഷ്യാനെറ്റ് പ്ലസ്സിലും ഒക്കെ വരുന്ന നമുക്ക് ഫുട്ബോളുകളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇന്ത്യൻ്റെ കളി വന്ന് ഇന്ത്യൻ്റെ ഫുട്ബോൾ അടക്കം നമുക്ക് അത് കാണാൻ സാധിക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പോർട്സ് TV ഓപ്പൺ ചെയ്ത് നോക്കാം. സ്പോർട്സ് TV ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഇൻ്റർഫേസാണ് നമുക്ക് ലഭിക്കുക. കണ്ടോ, ഫസ്റ്റ് തന്നെ കണ്ടോ, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വേഴ്സസ് മുംബൈ സിറ്റി. അത് നമുക്ക് ഇന്ന് നടക്കാൻ പോകുന്ന കളീൻ്റെ ഇതാണ് അതിനകത്ത് കാണിക്കുന്നത്. മാത്രമല്ല ഇതിനകത്ത് കുറേ സ്പോർട്സ് ചാനലുണ്ട്. സ്റ്റാർ സ്പോർട്സ് HD, സ്റ്റാർ സ്പോർട്സ് 3, സ്റ്റാർ സ്പോർട്സ് 1, സോണി 10. നമുക്ക് അങ്ങനത്തെ എല്ലാ സ്പോർട്സ് ചാനലും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അതും ഫ്രീ ആയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിലൊക്കെ കാണാൻ സാധിക്കും. ഒരു പേയ്മെൻറ്റ് നമുക്ക് ചെയ്യേണ്ടതില്ല. നമുക്കിപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വേഴ്സസ് മുംബൈൻ്റെ സിറ്റീൻ്റെ നമുക്ക് അതിൽ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരിട്ട് പോകുന്നത് ഏഷ്യാനെറ്റ് പ്ലസ്സിലായിരിക്കും. കാരണം ഏഷ്യാനെറ്റ് പ്ലസ്സിലാണ് സാധാരണ ISL നടക്കുന്നത്, അത് മലയാളത്തിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അതിലോട്ട് പോകാൻ സാധിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ചെറിയ നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ് ലോഡാവാൻ ഇത്ര താമസം വരുന്നത്. നമുക്ക് പ്ലേ കൊടുത്ത് നോക്കാം. ഉണ്ടോ, നമുക്ക് ഏഷ്യാനെറ്റ് പ്ലസ്സാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇപ്പോൾ അതിൽ സീരിയലാണ് നടക്കുന്നത്. നമുക്കിപ്പോൾ TV വെച്ചാൽ നോക്കിയാലും അതിൽ സീരിയലായിരിക്കും. കാരണം എന്ന് വെച്ചാൽ അതേ ലൈവ് പരിപാടി തന്നെയാണ് നമുക്ക് ഇതിലും ലഭിക്കുക. നമ്മളിത് 7:30 ഇതിൽ വെക്കുകയാണെങ്കിൽ അതിൽ ISL തുടങ്ങുമ്പോൾ ഇതിലും കറക്റ്റ് തന്നെ ISL തുടങ്ങും. നമുക്ക് ലൈവായിട്ട് നമുക്ക് അതിൽ കാണുന്ന പോലെ തന്നെ ഇതിലും കാണാൻ സാധിക്കും. നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും കാണാം. ഏത് യൂസേഴ്സിനും നമുക്ക് ഏത് സിം യൂസേഴ്സിനും നമുക്ക് കാണാൻ സാധിക്കും. ജിയോ തന്നെ വേണമെന്നില്ല. നമുക്ക് ഐഡിയ ആയിക്കോട്ടെ, BSNL ആയിക്കോട്ടെ, ഏത് വൈഫൈ ആയിക്കോട്ടെ, അതിലൊക്കെ നമുക്ക് ഇതുവഴി കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് വേറൊരു ഫീച്ചേഴ്സും കൂടി ഇതിനകത്ത് അവൈലബിൾ ആണ്. ഞാൻ കാണിച്ചു തരാം. ജിയോ TVയിലുള്ള പോലത്തെ അതേ ഫീച്ചേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മലയാളം TV എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ വരുന്ന എല്ലാ ചാനലും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇതിലൊക്കെ നമുക്ക് ഫ്രീ ആയി തന്നെ നമുക്ക് ഇതിലൂടെയൊക്കെ ഓരോ പരിപാടികളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഏഷ്യാനെറ്റ് മൂവീസ് വെച്ച് കാണിച്ചു തരാം. അതിൽ നടക്കുന്ന അതേ പരിപാടി, നമ്മൾ TV നടക്കുന്ന അതേ പരിപാടി തന്നെയായിരിക്കും നമുക്ക് ഇതിലും കാണാൻ സാധിക്കുക. ലൈവ് പരിപാടി ആയിരിക്കും. സാധാരണ ഇങ്ങനെയൊക്കെ ലഭിച്ചിരിക്കുന്നത് ജിയോ യൂസേഴ്സിന് മാത്രമായിരുന്നു. എന്നാൽ ഇതൊക്കെ എല്ലാവർക്കും അവൈലബിൾ ആണ്. ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഏത് ചാനലാണ് നമുക്ക് കാണേണ്ടത്, ഏത് ചാനലാണ് നമുക്ക് കാണേണ്ടത്, അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് അതിൽ നടക്കുന്ന പരിപാടിയൊക്കെ നമ്മുടെ ഫോണിൽ കാണാൻ സാധിക്കുന്നതാണ്. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. നമുക്ക് എവിടെ ഇരുന്നാണെങ്കിലും കാണാം. ടോപ്പിൽ ഓപ്പൺ സിനിമയിലാണെങ്കിൽ സൂര്യ HDയിലാണ് കണ്ടത്. നമുക്ക് HDയിലൊക്കെ കാണാൻ സാധിക്കും. ഇത് ഇങ്ങനെ കുറേ നിറയെ ചാനലുണ്ട്. ഇത് കേട്ടാൽ വളരെ ഉപകാരമായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.